ലണ്ടനിലെ പാർലമെന്റ് സ്ക്വയറിൽ നിരോധിക്കപ്പെട്ട പാലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിന് പിന്തുണ നൽകി പ്രതിഷേധിച്ച 400-ലധികം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ ഗ്രൂപ്പിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സംഭവം. പ്രതിഷേധത്തിൽ പങ്കെടുത്ത 1500 ആളുകൾ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു. ഞാൻ പലസ്തീൻ ആക്ഷനെ പിന്തുണയ്ക്കുന്നുവെന്ന് എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു അവരുടെ പ്രതിഷേധം. ഇത് കുറ്റകരമാണെന്നും 14 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നും അവർക്ക് അറിയാമായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയില്ല. പോലീസ് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ സംഘർഷം രൂക്ഷമായി. പോലീസ് ലാത്തി ഉപയോഗിച്ചെന്നും പ്രതിഷേധക്കാർ പോലീസിനെ ആക്രമിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. 2025 ജൂലൈ 5-നാണ് പലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിനെ UK സർക്കാർ നിരോധിച്ചത്. ബ്രിട്ടീഷ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഡയറക്റ്റ് ആക്ഷൻ ഗ്രൂപ്പിനെ ഇങ്ങനെ നിരോധിക്കുന്നത്. ജൂണിൽ ഈ ഗ്രൂപ്പിലെ 2 പ്രവർത്തകർ RAF ബ്രിസ് നോർട്ടൺ എയർ ബേസിൽ ആക്രമിച്ച് കയറി വിമാനങ്ങൾ നശിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു. 7 ദശലക്ഷം പൗണ്ടിൻ്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് കണക്കാക്കുന്നത്. ടെററിസം ആക്ട് 2000 പ്രകാരം ഈ ഗ്രൂപ്പിൽ അംഗമാകുന്നതും പിന്തുണയ്ക്കുന്നതും നിയമവിരുദ്ധമാണ്. ഈ നിരോധനം നിലവിൽ വന്നതിന് ശേഷം വലിയ തോതിലുള്ള അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. 2025 ഓഗസ്റ്റ് 9-ന് മാത്രം 532 ആളുകളെ അറസ്റ്റ് ചെയ്തു. ഇത് 1960-കൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ അറസ്റ്റുകളിലൊന്നാണ്. ഇതുവരെ 1169 ആളുകളാണ് ഈ ഗ്രൂപ്പിനെ പിന്തുണച്ചതിന് അറസ്റ്റിലായത്. UN മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടൂർക്ക് അടക്കമുള്ളവർ ഈ നിരോധനത്തെ ശക്തമായി വിമർശിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന ഈ നടപടി പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആംനസ്റ്റി ഇന്റർനാഷണൽ, ഗ്രീൻ പീസ് തുടങ്ങിയ സംഘടനകളും വിമർശനങ്ങളുമായി രംഗത്തെത്തി. അതേസമയം പലസ്തീൻ ആക്ഷൻ സഹസ്ഥാപകനായ ഹൂണ്ട അമോരി ഈ നിരോധനത്തിനെതിരെ ഹൈക്കോടതിയിൽ നിയമപരമായ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. സർക്കാർ ഈ നിരോധനത്തെ ന്യായീകരിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് അപകടകരമായ രീതിയിൽ ആക്രമണങ്ങൾ നടത്തിയതിനാലാണ് ഈ നടപടിയെന്ന് അവർ പറയുന്നു. എന്നാൽ മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത് വസ്തുവകകൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തുന്നത് തീവ്രവാദമായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ്. പലസ്തീൻ ആക്ഷൻ സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കുമെതിരെ ആക്രമണങ്ങൾ നടത്തി, അതിനാൽ അവരെ തീവ്രവാദ സംഘടനയായി കണക്കാക്കുന്നുവെന്ന് സർക്കാർ പറയുന്നു. ഈ ഗ്രൂപ്പ് ദശലക്ഷക്കണക്കിന് പൗണ്ടിൻ്റെ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റ് പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളെ ഈ നിരോധനം തടയില്ലെന്നും സർക്കാർ വാദിക്കുന്നു. ഹോം സെക്രട്ടറി UT കൂപ്പർ ഈ നിരോധനത്തെ ന്യായീകരിച്ചു. തീവ്രവാദത്തിനെതിരെ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത സമീപനമാണ് സർക്കാരിനുള്ളത്. അതിൻ്റെ രൂപമോ പ്രത്യയശാസ്ത്രമോ പ്രശ്നമല്ല എന്ന് അവർ പറഞ്ഞു. 385 പലസ്തീൻ ആക്ഷൻ പ്രവർത്തനങ്ങളിൽ 3 എണ്ണം ഗുരുതരമായ നാശനഷ്ടമുണ്ടാക്കിയെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ അറസ്റ്റുകൾ സർക്കാരിൻ്റെ തീവ്രവാദ വിരുദ്ധ സമീപനവും സാധാരണക്കാരുടെ അവകാശങ്ങളും തമ്മിലുള്ള തർക്കവും എടുത്തു കാണിക്കുന്നു. വസ്തുവകകൾക്ക് നാശനഷ്ടം വരുത്തുന്നത് കുറ്റകരമാണെങ്കിലും അതിനെ തീവ്രവാദമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ വാദിക്കുന്നു. ചുരുക്കത്തിൽ സർക്കാരിൻ്റെ തീവ്രവാദ വിരുദ്ധ നയവും പൗരന്മാരുടെ പ്രതിഷേധിക്കാനുള്ള അവകാശവും തമ്മിലുള്ള തർക്കമാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.